അപ്പോൾ ഇതുപോലെ അയൺ ചെയ്യുക കേട്ടോ. അയൺ ചെയ്താൽ അതിൻ്റെ ഓരോ വരകളും നമുക്ക് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ച് അവിടെ നമുക്ക് അതിൻ്റെ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ മേലത്തെ പോർഷന് 1.5 ഇഞ്ചും രണ്ടാമത്തെ പോർഷന് 1 ഇഞ്ചുമായിട്ടാണ് വരിക. അങ്ങനെ മൊത്തം 2.5 ഇഞ്ചായിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക ഫസ്റ്റ്. പിന്നെ അതിൽ നിന്ന് തന്നെ 1 ഇഞ്ച് നമുക്ക് അതിൻ്റെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. ഇതുപോലെ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ 2.5 ഇഞ്ചിൻ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. ഇതുപോലെ 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതും ഇതുപോലെ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി നമ്മൾ അയൺ ചെയ്ത് വെച്ചില്ലായിരുന്നോ, അപ്പോൾ അതേ അടയാളത്തിൽ നമ്മളത് സ്കെയിൽ വെച്ചിട്ട് ആ 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് 4 ഇതുപോലെ ഈ ഒരു പോർഷനിൽ 4 വരായിട്ട് കിട്ടും. ഇതുപോലെ ഓരോ കള്ളികളായിട്ടാണ് കിട്ടുക. ഈ 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത് കേട്ടോ. ഓരോരോ കള്ളികളായിട്ടാണ് നമുക്കത് കിട്ടുക. അത് നല്ല അയൺ ചെയ്താലേ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാൻ ഈസി ആയിട്ടും. ഇനി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മളെ ബെഡിൻ്റെ പോർഷൻ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി ഒരു 7.5 ഇഞ്ച് നമ്മളൊരു ചെറിയൊരു ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 7.5 ഇഞ്ച് നമുക്ക് അവിടെ ഒരു ചെറിയതായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഈ ഒരു 3 ഭാഗത്തായിട്ടാണ് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത് കേട്ടോ. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക, അതായത് 15 ഇഞ്ചിൻ്റെ പകുതി. ഇനി ഈ അളവ് ഈ റൗണ്ട് മൊത്തത്തിൽ നമ്മളൊക്കെ അടയാളപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇത് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അതായത് ബെഡിൻ്റെ മുകൾക്ക് വരുന്ന ഭാഗത്തേക്കാണ് ഇത് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനുശേഷം താഴേക്കുള്ള പോർഷനും മുകളിലേക്കുള്ള പോർഷനും കൂടെ ഇതുപോലെ രണ്ടും കൂടെ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ക്ലോത്തും കൂടെ ഒന്നിച്ച് റൗണ്ട് ഷേപ്പിൽ വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് പോണ രീതിക്ക് വേണം നമുക്ക് 2 സൈഡും നല്ല വശം കിട്ടണ പുറത്തേക്ക് വരുന്ന രീതിക്ക് നമുക്ക് ആ ക്ലോത്ത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ക്ലോത്ത് രണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ 2 ഹോള് ഇതുപോലത്തെ 2 ഹോള് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ഹോളിൻ്റെ അറ്റത്ത് നിന്ന് മറ്റേ ഹോളിന് കൊടുക്കണ ആ റൗണ്ട് ഭാഗം മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ സെൻറ്റർ ഭാഗത്ത് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ, അവിടെയൊക്കെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഡോട്ട് ഇട്ട ഭാഗത്തൊക്കെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം.